യെസ്, റോക്കി ഈസ് ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അത്ര അങ്ങോട്ട് വേഗത്തിൽ മറക്കാൻ പറ്റാത്ത പേരാണ് മൈക്കൽ റോക്കി ചോപ്ര എന്നത്. ആദ്യ സീസണിലും മൂന്നാമത്തെ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരം. റോക്കി കളിച്ച 2 സീസണിലും ബ്ലാസ്റ്റേഴ്സ് അസാമാന്യമായ പ്രകടനം കാഴ്ചവെച്ചു. ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ വരെ എത്തി, ഫൈനലിൽ പരാജയപ്പെട്ടു. എന്നിരുന്നാൽ പോലും റോക്കി ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചപ്പോഴെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ വന്നതുകൊണ്ട് പലരും റോക്കിയെ ബ്ലാസ്റ്റേഴ്സിന്റെ ലക്കി ചാമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതേ റോക്കി ഫുട്ബോളിലേക്ക് തിരിച്ചു വരികയാണ്. തന്റെ 42-ാമത്തെ വയസ്സിൽ വിരമിക്കൽ പിൻവലിച്ച് അദ്ദേഹം ആക്റ്റീവ് ഫുട്ബോളിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചിരിക്കുന്നു. വിരമിക്കൽ തീരുമാനിച്ച് അദ്ദേഹം കളിക്കാൻ പോകുന്നത് വെൽസ് സെക്കൻഡ് ഡിവിഷൻ ടീമായിട്ടുള്ള ബ്ലൂ ബേർഡ്സ് എന്ന് പറയുന്ന ടീമിലേക്കാണ്. ടീമിന്റെ പേര് എനിക്ക് തെറ്റുമെന്നൊരു സംശയം, ഒന്നുകൂടി നോക്കിയിട്ട് പറയാം. തെറ്റി. ടെട്ടോമാസ് ബ്ലൂ ബേർഡ്സ് എന്ന വെൽഷ് സെക്കൻഡ് ഡിവിഷൻ ടീമിന് വേണ്ടിയിട്ടാണ് ആള് കളിക്കുന്നത്. വിരമിച്ച താരം 42-ാമത്തെ വയസ്സിൽ ഫുട്ബോളിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പം അതൊരു സർപ്രൈസ് അനൗൺസ്മെന്റ് തന്നെയാണ്. ഈ അനൗൺസ്മെന്റിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതോ റോക്കി തന്റെ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തിട്ട് പൊളിച്ചെടുക്കാനാണോ വരുന്നത് എന്ന് കാത്തിരിക്കാം. ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് റോക്കി കുറച്ച് തടിച്ചൊരു വല്ലാത്ത ഷേപ്പായി പോയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് പാടവത്തിന് വലിയ കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫൈനലിൽ അദ്ദേഹം കുറച്ച് മിസ്സൊക്കെ വരുത്തി എന്നുള്ളത് വേറെ കാര്യം. എന്നാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം മികച്ച രീതിയിൽ ഗോളുകൾ അടിച്ച ഒരു താരമെന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ടവനാണ് എന്നും ഈ റോക്കി. വൺസ് എ ബ്ലാസ്റ്റർ ഓൾവേസ് എ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയത്തില്ലേ, അതുപോലെ ഒരിക്കൽ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായം അണിഞ്ഞ വിദേശ താരങ്ങൾക്ക് എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കും. അത് റോക്കിയും കീപ്പ് ചെയ്യുന്നു, റോക്കിയോട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഉണ്ട്.